നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോറ്, ചപ്പാത്തി എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 കപ്പ് പരിപ്പ് ഒരു അരമണിക്കൂറോളം കുതിർത്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചുരക്കയാണ്. ചെറിയ ചുരക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളി, ഒരു 1.5 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ചധികം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പരിപ്പായതുകൊണ്ട് വെന്ത് കഴിയുമ്പോൾ കുറുകും, അതുകൊണ്ടാണ് വെള്ളം ഞാൻ കുറച്ച് തോനെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുമല്ല, നമ്മുടെ കറി തിക്കായിട്ടുള്ളൊരു കറിയല്ല. ഇനി നമുക്കിത് മൂടി വെച്ച് 3-4 വിസിലിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 3 കൊല്ലമുളക്, കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 3 കറിവേപ്പില, ഒരു 8-10 ചെറുള്ളി ചെറുതാക്കി എരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 30 സെക്കൻഡ് സോട്ട് ചെയ്തതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 2 തക്കാളി ചെറുതാക്കി എടുത്തത്, ഒരു 1/4 ടീസ്പൂൺ, മൂടി വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. വേവിച്ച് വെച്ച് പരിപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അത് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം നമുക്ക്. മറ്റൊരു പാനിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് തിളച്ച് വന്നു. ഇനി നമ്മൾ ഈ നെയ്ക്കകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാമായിരുന്നു, 1/4 ടീസ്പൂൺ. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ പരിപ്പറി നമുക്ക് ചോറ്, ചപ്പാത്തി, പുട്ട് എന്നിവയുടെയൊക്കെ കൂടെ കഴിക്കാവുന്ന നല്ല അടിപൊളി ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണിത്. വീഡിയോ കണ്ട് ഇഷ്ടമായ കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ പരിപ്പ് കറിയുടെ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.